ദൈവത്തിന് മഹത്വം. എഫേസ്യ ലേഖന പഠനത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ വായിക്കുന്നു. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്തു. അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളെ ഓർക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. കാരണം അവർക്ക് കർത്താവായ യേശുവിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവർ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവർ കൂടി ആയിരുന്നു. തങ്ങളുടെ സഹോദരന്മാരെ ദൈവം ആഗ്രഹിച്ചതിനൊത്തവണ്ണം സ്നേഹിക്കുന്ന ഒരു അനുഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശ്വാസികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തന്റെ ആത്മീക സഹോദരങ്ങളെ സ്നേഹിപ്പാനുള്ള ഒരു കൃപ അവൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കും. അപ്പോൾ നമുക്കൊരു സംശയം തോന്നിയേക്കാം, രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്കും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കഴിവില്ലേ? ആ വ്യക്തിക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കത്തില്ലേ? അപ്പോൾ ഈ രക്ഷിക്കപ്പെട്ടവർക്ക് മാത്രമാണോ ഈ യഥാർത്ഥമായി ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മറ്റുള്ളവരെയും ദൈവത്തെയും സ്നേഹിക്കുവാൻ സാധിക്കുന്നത്? അതിനെക്കുറിച്ച് വചനം എന്താണ് പറയുന്നത്? തീത്തോസ് 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം പറയുന്നു, മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. ഒരു വ്യക്തി കർത്താവിനെ അറിയുന്നതിന് മുമ്പുള്ള അവന്റെ ജീവിതത്തെ കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ചത്. അവൻ സ്വന്തം ബുദ്ധി അനുസരിച്ച് അവന്റെ ജീവിതം മുമ്പോട്ട് പോവുകയാണ്. അനുസരണമില്ലാതെ തനിക്കിഷ്ടമുള്ള വഴികളിൽ നടന്ന് സ്വന്തം മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനനായി മറ്റുള്ളവരുടെ ഈർഷ്യയിലും അസൂയയിലും തങ്ങളുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരു അനുഭവമാണ് ഒരു വ്യക്തി കർത്താവിലേക്ക് വരുന്നതിന് മുമ്പുള്ള അവന്റെ ജീവിതം എന്ന് പറയുന്നത്. വീണ്ടും റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 29 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ പറയുകയാണ്, അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ, അസൂയ, കുല, പിണക്കം, കപടം, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കുരളക്കാർ, ഏഷ്ണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, പിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. അപ്പോൾ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവന്റെ ആത്മീകമായ ഒരു അവസ്ഥയെ കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ചത്. അപ്പോൾ ഇത്രയുമൊക്കെ ഒരു പാപത്തിന്റെ ആ പാപത്തിന്റെ പ്രവൃത്തികൾ നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമാണ് ക്രിസ്തുവിനെ അറിയാത്ത ഒരു വ്യക്തി നയിക്കുന്നത്. അപ്പോൾ ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുവാനുള്ള കഴിവ് കൊടുത്താണ് സൃഷ്ടിച്ചത്. എന്നാൽ അവനിലുള്ള പാപ സ്വഭാവം ആ ദൈവികമായ കഴിവ് നഷ്ടപ്പെട്ടു പോകുവാനായിട്ട് ഇടയാക്കി തീർന്നു. ദൈവം കൊടുത്ത സ്നേഹം അവനിൽ ഉണ്ട് എങ്കിലും ആ പാപത്തിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ആ പാപത്തിന്റെ ആ ഒരു നിയന്ത്രണം അവന്റെ മേൽ ഉള്ളത് കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവത്തെ സ്നേഹിക്കുവാനോ മറ്റുള്ളവരെ സ്നേഹിക്കുവാനോ സാധിക്കുന്നില്ല. അവന്റെ സ്നേഹം മുഴുവനും അവന്റെ കാര്യം സാധ്യത്തിന് വേണ്ടി ആയിത്തീരുകയാണ്. അതുകൊണ്ടാണ് തീത്തോസ് 3:3 അതിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയുന്നത്, ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. അപ്പോൾ മനുഷ്യർ എപ്പോഴും അന്യോന്യം പകച്ചുകൊണ്ട് തമ്മിൽ ദോഷം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണം. അവൻ ചെയ്യുന്നതെല്ലാം തന്റെ അല്ലെങ്കിൽ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും മറ്റുള്ളവർക്ക് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതും. അപ്പോൾ എല്ലാ മനുഷ്യർക്കും സ്നേഹം എന്ന് പറയുന്നൊരു വികാരം അവരുടെ ജീവിതത്തിലുണ്ട്. അവർ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആ സ്നേഹമൊക്കെയും സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കുവാനുള്ള ഒരു വഴി മാത്രമായി തീരുകയാണ്. ഒരുവന്റെ ഇഷ്ടം നിറവേറ്റുവാനും അവന്റെ സുഖങ്ങൾ നേടിയെടുക്കുവാനും വേണ്ടി മാത്രം അവൻ തന്റെ സ്നേഹത്തെ ഉപയോഗിക്കുന്ന അവസ്ഥ അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ ഭൗമികമായ സ്നേഹം എന്നുള്ളത് ആ സ്വാർത്ഥതയിൽ അടിസ്ഥാനപ്പെട്ട സ്നേഹമാണ്. അവൻ മറ്റുള്ളവരെ സ്നേഹിക്കാൻ ശ്രമിക്കും, പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും നേട്ടമില്ല എങ്കിൽ അവൻ ആ സ്നേഹത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കത്തില്ല. യഥാർത്ഥ സ്നേഹം എന്നുള്ളത് ദൈവത്തിന്റെ സ്വഭാവത്തെ പ്രദർശിപ്പിക്കുന്ന സ്നേഹമാണ്.
എന്താണ് ദൈവത്തിന്റെ സ്വഭാവം? എന്താണ് ദൈവത്തിന്റെ സ്നേഹം? സ്വാർത്ഥതയില്ലാത്ത സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം. ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് ബൈബിളിൽ അഗാപ്പ എന്നൊരു പറയുന്നൊരു വാക്കുണ്ട്. അതിന്റെ അർത്ഥം അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം. ഇന്ന് മനുഷ്യർ സ്നേഹിക്കുന്നത് ചില വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ്. അവന്റെ ഇഷ്ടത്തിനെതിരായി ഒരുവൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ ആ വ്യക്തിയോട് അല്ലെങ്കിൽ ആ വ്യക്തിയോട് അവനുണ്ടായിരുന്ന സ്നേഹം പിന്നീട് നിലനിൽക്കത്തില്ല. അപ്പോൾ അവൻ വെച്ചിരിക്കുന്ന വ്യവസ്ഥകൾ അനുസരിച്ച് പോയാൽ മാത്രമേ അവന്റെ ജീവിതത്തിലുള്ള ബന്ധങ്ങൾ മുൻപോട്ട് പോകത്തുള്ളൂ. എന്നാൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് യാതൊരു വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിലല്ല. നമ്മൾ എന്ത് നന്മ ചെയ്യുന്നു എന്ന് നോക്കിയല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹം നിസ്വാർത്ഥ സ്നേഹമാണ്. അത് അവന്റെ സ്വഭാവത്തിൽ അധിഷ്ഠിതമായ സ്നേഹമാണ്. 1 തിമോത്തിയോസ് 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം പറയുന്നത്, ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുകയാണ്, എന്തിനാണ് ഞാൻ വചനം പ്രസംഗിക്കുന്നത്? എന്തിനാണ് മറ്റുള്ളവരുടെ അടുക്കലേക്ക് ദൈവവചനവുമായി കടന്നു ചെല്ലുന്നത്? അവർ ആ ശുദ്ധ ഹൃദയത്തിൽ നിന്നും അല്ലെങ്കിൽ നല്ല മനസാക്ഷിയോടെ നിർവ്യാജ വിശ്വാസത്തോടെ ദൈവത്തെ മറ്റുള്ളവരെയും സ്നേഹിക്കുന്നവരായി തീരണം. അപ്പോൾ ദൈവവചനം ഒരുവന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച് അവനെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുമ്പോൾ, അവനെ ദൈവത്തിന് അല്ലെങ്കിൽ ആ ദൈവപുത്രന് അനുരൂപനാക്കി തീർക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന നിലയിലുള്ള സ്നേഹം അവനിൽ നിന്ന് പുറത്തേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരും. ഒരിക്കലും കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തിക്ക് ശുദ്ധ ഹൃദയം ഉണ്ടെന്നോ നല്ല മനസാക്ഷി ഉണ്ടെന്നോ അല്ലെങ്കിൽ നിർവ്യാജ വിശ്വാസം ഉണ്ടെന്നോ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷിയും നിർവ്യാജ വിശ്വാസവും ഇതെല്ലാം ദൈവം ഒരു വ്യക്തിക്ക് ദാനമായി നൽകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരുവൻ കർത്താവായ യേശുവിന്റെ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ ഈ പറഞ്ഞ ഗുണഗണങ്ങളെല്ലാം ദൈവം അവന് ദാനമായി നൽകുകയാണ്. അപ്പോൾ അവന് ശുദ്ധ ഹൃദയത്തോടെ നല്ല മനസാക്ഷിയോടെ നിർവ്യാജ വിശ്വാസത്തോടെ ദൈവത്തെയും മറ്റുള്ളവരെയും സ്നേഹിക്കുവാൻ സാധിക്കും. ഈ തരത്തിലുള്ള ഒരു ദൈവിക സ്നേഹം ആ കർത്താവിനെ അറിയാത്ത ഒരു വ്യക്തി ഉണ്ടാകുവാനായിട്ട് യാതൊരു സാധ്യതയുമില്ല. രക്ഷിക്കപ്പെടാത്ത അല്ലെങ്കിൽ പുതിയ സൃഷ്ടിയായി മാറാത്ത ഒരു വ്യക്തിക്ക് ആ യേശു നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ദൈവം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ആ സ്നേഹത്തിന് ഉടമയായി തീരുവാനായിട്ട് സാധിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. അവർ അവനോട്, അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തോട് കേട്ടിട്ടുള്ള സത്യം നിങ്ങളോട് സംസാരിച്ചിരിക്കുന്ന മനുഷ്യനായ എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു. അങ്ങനെ അബ്രഹാം ചെയ്തില്ലല്ലോ. നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾ പരസംഗത്താൽ ജനിച്ചവരല്ല, ഞങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, ദൈവം തന്നെ എന്ന് പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ദൈവം നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു. ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാകും. കർത്താവിന്റെ അടുക്കലേക്ക് വന്ന ആ യഹൂദന്മാരായ ആളുകൾ അവർ അബ്രഹാമിന്റെ സന്തതികളാണ് എന്നുള്ള ഒരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു. കാരണം അബ്രഹാമിനാണ് ദൈവം വാഗ്ദത്തങ്ങൾ നൽകിയത്. അങ്ങനെ അബ്രഹാമിന്റെ ജഡിക സന്തതികളാകിയാൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തങ്ങളെല്ലാം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നൊരു ചിന്ത യഹൂദന്മാർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവകാശങ്ങൾ അവർക്കുണ്ടായിരുന്നുവെങ്കിലും ഇവിടെ പറയുകയാണ്, നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ഇവരാരും ദൈവത്തിൽ നിന്ന് ജനിച്ചവരല്ല. അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവരായിരുന്നെങ്കിൽ ദൈവം അയച്ച തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുമായിരുന്നു. ദൈവം അയച്ച കർത്താവിനെ മനസ്സിലാക്കുവാനും അവനെ സ്നേഹിക്കുവാനും സാധിക്കാതെ പോയത് അവർ ദൈവത്തിൽ നിന്ന് ജനിച്ചവർ അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ യേശുവിലുള്ള വിശ്വാസത്താൽ ദൈവമക്കളായി തീരാത്തവർക്ക് ഒരിക്കലും കർത്താവിനെയോ കർത്താവിനെ അനുഗമിക്കുന്നവരെയോ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ കർത്താവിനെ സ്നേഹിക്കണമെങ്കിൽ ആ യേശുവിലുള്ള വിശ്വാസത്താൽ ഒരു വ്യക്തി ആ ദൈവമകനായി തീരണം, മകളായി തീരണം. അപ്പോൾ മാത്രമേ അവനിൽ ഒരു വീണ്ടും ജനനം നടക്കുന്നുവെങ്കിൽ മാത്രമേ ദൈവത്തെയും
ദൈവമക്കളെയും ആ വ്യക്തിക്ക് യഥാർത്ഥമായി സ്നേഹിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കർത്താവിനെയും ദൈവമക്കളെ സ്നേഹിക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നത്? എന്താണ് ക്രിസ്തീയ സ്നേഹത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത്? 1 യോഹന്നാൻ 4:19 പറയുന്നു, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. ദൈവമക്കൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുന്നത് ദൈവം അവരെ ആദ്യമേ സ്നേഹിച്ചത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് വരുമ്പോഴാണ് ആ സ്നേഹത്തെ മറ്റുള്ളവർക്ക് നമുക്ക് കൈമാറുവാനായിട്ട് സാധിക്കുന്നത്. നാം ദൈവത്തെ സ്നേഹിക്കുന്നില്ല എങ്കിൽ, നാം ദൈവമക്കളായി തീരുന്നില്ല എങ്കിൽ ആ ദൈവസ്നേഹം പ്രാപിക്കുവാനോ അത് മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനോ നമുക്ക് സാധിക്കത്തില്ല. 1 യോഹന്നാൻ 3:1 പറയുന്നു, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. അപ്പോൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന നമ്മളെ ദൈവം എത്രത്തോളം സ്നേഹിച്ചിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. എത്ര വലിയൊരു സ്നേഹമാണ് ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്നത്. ലോകം ദൈവത്തെ അറിയാത്തതും ദൈവമക്കളെ അറിയാത്തതിന്റെയും കാരണം അവർ ദൈവത്തെ അറിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വായിച്ചൊരു കാര്യമുണ്ട്, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. യോഹന്നാൻ പറയുന്നത് ദൈവം തന്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു എന്നല്ല, ദൈവം ആ സ്നേഹം നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു, നൽകിയിരിക്കുന്നു എന്നാണ്. ഇവിടെ ആ നൽകിയിരിക്കുന്നു എന്ന വാക്ക് വന്നിരിക്കുന്നത് യവന ഭാഷയിലുള്ള ഡിഡോമി എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ്. അതിന്റെ അർത്ഥം ടു ഗീവ് ആൻ ഒബ്ജെക്ട് യൂഷ്വലി ഇംപ്ലൈയിങ് വാല്യൂ. ഒരു വസ്തു അത് നൽകി തരുന്നു, ആ വസ്തുവിന്റെ മൂല്യം നാം മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ മൂല്യമുള്ള ഒരു കാര്യം നമ്മളിലേക്ക് പകരുന്ന ഒരു അനുഭവമാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് സത്യസ്നേഹത്തെ, ദൈവിക സ്നേഹത്തെ നമ്മളിലേക്ക് പകർന്നിരിക്കുന്നു. ആ സ്നേഹത്തിന് ഒരു മൂല്യമുണ്ട്. അപ്പോൾ ആ ദൈവസ്നേഹം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, അങ്ങനെ നാം ദൈവമക്കളായി തീരുമ്പോൾ നമ്മളിൽ നിന്നും ആ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരപ്പെടും. അപ്പോൾ എങ്ങനെയാണ് ദൈവം ഈ സത്യസ്നേഹം അല്ലെങ്കിൽ തന്റെ ആ സ്നേഹം നമ്മളിലേക്ക് പകർന്നു തന്നത്? റോമാലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ദൈവസ്നേഹം നമ്മളിലേക്ക് പകരപ്പെടുന്നത്. നാം ദൈവമക്കളായി തീരുമ്പോൾ ദൈവത്തിന്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ആ പരിശുദ്ധാത്മാവിന് ഒരു മീഡിയം എന്ന രീതിയിൽ എന്ത് ചെയ്യുകയാണ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ കൂടി ദൈവം തന്റെ സ്നേഹം നമ്മളിലേക്ക് പകർന്നിരിക്കുകയാണ്. ആ സ്നേഹം നമ്മളിൽ പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവാണ് ആ സ്നേഹത്തെ പകർന്നു നൽകുന്ന മാധ്യമം എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പരിശുദ്ധാത്മാവില്ലാതെ ആ ദൈവസ്നേഹം നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവ് ആ നമ്മളിൽ നിന്നുളവാകുന്ന ദൈവസ്നേഹമാണ്. അപ്പോൾ ഈ ക്രിസ്തീയ സ്നേഹം എന്നുള്ളത് ഒരു മനുഷ്യന് സ്വയമായി ഉളവാകുന്ന ഒരു കാര്യമല്ല. ക്രിസ്തീയ സ്നേഹത്തിന്റെ ഉറവിടം ദൈവമാണ്. അപ്പോൾ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് തന്റെ ആത്മാവിനെ ആ വ്യക്തിയിലേക്ക് പകർന്നു കഴിയുമ്പോൾ, ആ വ്യക്തിയെ തന്റെ മകനായി മകളാക്കി മാറ്റി കഴിയുമ്പോൾ, ആ വ്യക്തിയിലേക്ക് ദൈവസ്നേഹം പരിശുദ്ധാത്മാവിൽ കൂടി പകരപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് മറ്റുള്ളവരിലേക്കും ആ ദൈവസ്നേഹം പകർന്നു നൽകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ക്രിസ്ത്യാനെ ലോകത്തിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവനിൽ ദൈവസ്നേഹം വസിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അവൻ പിന്നീട് ലോകത്തെയും ആ ലോകത്തിന്റെ രീതികളെയും അല്ല സ്നേഹിക്കുന്നത്, ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് അവൻ മുൻപോട്ട് നയിക്കുന്നത്. 1 യോഹന്നാൻ 2:15 പറയുകയാണ്, ലോകത്തെയും ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. കൺമോഹം,
ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ 3 കാര്യങ്ങളാണ് ഭൗമിക സ്നേഹത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തി, ആ ക്രിസ്തുവിനെ അറിയാത്തൊരു വ്യക്തി സ്നേഹിക്കുമ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ ഏതെങ്കിലും ഒക്കെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടിയാണ് അവൻ സ്നേഹിക്കുന്നത്. ഒന്നെങ്കിൽ തന്റെ ജഡത്തെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അവൻ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ കണ്ണിന് കാണുന്നതൊക്കെ നേടിയെടുക്കുവാൻ വേണ്ടി അവൻ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും മൂല്യമുണ്ട് എന്ന് അവൻ കരുതുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി അവൻ സ്നേഹിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അടിസ്ഥാനത്തിൽ ഒരു വ്യക്തി തന്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുമ്പോൾ അവൻ ഒരിക്കലും ദൈവിക സ്നേഹം മറ്റുള്ളവരേക്ക് പകരുവാനോ ആ യഥാർത്ഥ ദൈവിക സ്നേഹം എന്തെന്ന് തിരിച്ചറിയുവാനോ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി ക്രിസ്തുവിലായിത്തീരുന്നുവെങ്കിൽ മാത്രമേ ആ വ്യക്തിയിലേക്ക് ദൈവ സ്നേഹം പകരപ്പെടുത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തി, ക്രിസ്തുവിലുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവിക സ്നേഹം എന്താണെന്ന് ഉൾക്കൊള്ളുവാനും തിരിച്ചറിയുവാനും സാധിക്കത്തുള്ളൂ. വചനം പറയുന്നത് കർത്താവില്ലാത്ത ഒരു വ്യക്തിയിൽ പിതാവിന്റെ സ്നേഹം വസിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ആ വ്യക്തി ഒരു പുതിയ സൃഷ്ടിയാകാത്തതിനാൽ ആ വ്യക്തിയിലേക്ക് ദൈവം തന്റെ സ്നേഹം പകർന്നു നൽകിയിട്ടില്ല. അപ്പോൾ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന് സ്നേഹിക്കുവാനുള്ള കഴിവ് ലഭിക്കുന്നത് തന്റെ സ്വർഗീയ പിതാവിൽ നിന്നാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും: നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും. ഒരു വ്യക്തി യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ രക്ഷയുടെ ഏറ്റവും വലിയ തെളിവ് എന്നുള്ളത് തന്റെ ആത്മീക സഹോദരങ്ങളെ സ്നേഹിക്കുവാനുള്ള അവന്റെ കഴിവാണ്. ഒരുവനിൽ ദൈവസ്നേഹം ഇല്ല എങ്കിൽ അവൻ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാനായിട്ട് സാധിക്കത്തില്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി യഥാർത്ഥമായും ദൈവസ്നേഹം വസിക്കും. ആ സ്നേഹം പരിശുദ്ധാത്മാവിൽ കൂടി മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യും? പകരപ്പെടുവാനായിട്ട് ഇടയത്തിന്. കാരണം പരിശുദ്ധാത്മാവ് അവനിൽ ഉള്ളതുകൊണ്ട് അവന്റെ പ്രവൃത്തികളെല്ലാം ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടത് ആയിരിക്കും. 7-8 വാക്യങ്ങൾ വായിക്കുന്നു: പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവം സ്നേഹം തന്നെ. ഏതാണ് ഈ സ്നേഹം? ആ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകരുന്ന ആ സത്യസ്നേഹം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ തന്റെ ആത്മീക സഹോദരങ്ങളെ സ്നേഹിക്കുകയാണ്. കാരണം ആ സ്നേഹം അവനിലേക്ക് പകർന്നു നൽകിയത് സ്വർഗത്തിലെ പിതാവാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം, ദൈവത്തെ അറിയുന്നവരെല്ലാം ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. കാരണം സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് സ്നേഹം. ദൈവം ഉള്ളിൽ വസിക്കും. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകിയ ഓരോ വ്യക്തിയും ആ ദൈവ സ്വഭാവത്തെ പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും തന്റെ ജീവിതം മുൻപോട്ട് നയിക്കുന്നത്. അപ്പോൾ എഫെസോസിലുള്ള വിശ്വാസികളോട് പറയുകയാണ്, അല്ലെങ്കിൽ എഫെസോസിലുള്ള വിശ്വാസികളെ നോക്കിക്കൊണ്ട് പൗലോസ് പറയുകയാണ്, ദൈവം അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ദൈവം അവരൊരു പുതിയ സൃഷ്ടിയാക്കി തീർത്തു. അതുകൊണ്ട് അവർക്ക് തങ്ങളുടെ ആത്മീക സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ സാധിക്കുന്നു. ആ ദൈവിക സ്നേഹം അവരിൽ ഉള്ളത് കൊണ്ട് അവസാന പൗലോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മളിലുള്ള സ്നേഹം കണ്ടുകൊണ്ട് മറ്റുള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരണം. പരിശുദ്ധാത്മാവ് ഉള്ളിൽ വസിക്കുന്ന ഏതൊരു വ്യക്തിയിൽ നിന്നും ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകരപ്പെടും. കാരണം അവൻ ഒരു പിതാവേ ഉള്ളൂ, അത് സ്വർഗത്തിലെ ദൈവമാണ്. ആ ദൈവത്തിന്റെ സ്നേഹമാണ്, മുമ്പ് പറഞ്ഞ പോലെ അൺകണ്ടീഷണൽ ലവ്, വ്യവസ്ഥകളില്ലാത്ത സ്നേഹം അവന് നിലനിൽക്കുകയാണ്. അവൻ ഒരു വ്യവസ്ഥകളുടെയും അടിസ്ഥാനത്തിലല്ല മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പോകുന്നത്. ആ പിതാവിന്റെ സ്നേഹം, അവന് ക്രിസ്തുവിൽ കൂടി ലഭിച്ച ആ സ്നേഹം അവൻ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയാണ്. ഒരു ക്രിസ്ത്യാനിയുടെ അടയാളം എന്നുള്ളത് ദൈവസ്നേഹം അവനിൽ വസിക്കുന്നു എന്നുള്ളതാണ്. ദൈവം ഏവരെയും അനുഗ്രഹിക്കുന്നതാണ്.